നമസ്തേ. എച്ച്2എസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ സമാസാർത്ഥങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബഹുവ്രീഹി എന്താണ്, ദ്വന്ദ്വ സമാസം എന്താണ്, അവ്യയീഭാവ സമാസം എന്താണ്, എങ്ങനെയാണ് ഇവയെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ. അപ്പം അതിനുശേഷം നമുക്കതിൻ്റെ എക്സാമ്പിൾസ് കൂടി പഠിക്കാം. ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾസ് അതിൽ ഓരോന്ന് പറയും. അപ്പോൾ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കിനി ബഹുവ്രീഹി സമാസത്തെക്കുറിച്ച് പഠിക്കാം. ബഹുവ്രീഹി സമാസം എന്ന് പറഞ്ഞാൽ അന്യപദം സമാസഘടകം പദം സമാസഘടകസ്യ പദസ്യ അർത്ഥഃ യദി ക്രിയയാ അന്വിതോ ഭവതി തർഹി ബഹുവ്രീഹി ഇത്യർത്ഥഃ. സമാസഘടകം പദത്തിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന സമാസമാണ് ബഹുവ്രീഹി സമാസം. അത് ക്രിയയോട് അന്വയിക്കുമ്പോൾ നമുക്ക് വേറൊരു അർത്ഥമാണ് മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള സമാസത്തെ അന്യപദാർത്ഥ പ്രധാനമാണ് ബഹുവ്രീഹി സമാസം എന്നുള്ളത്. ഓക്കെ. യഥാ പീതക്ഷീരഹ. പീതക്ഷീരഹ എന്ന് പറയുമ്പോൾ ബാലഹ എന്നാണ് അർത്ഥം. അപ്പോൾ പീതക്ഷീരഹ ഗച്ഛതി എന്നൊരു വാക്ക് വരുമ്പോൾ പീതഹ ക്ഷീരഹ എന്നുള്ളിടത്ത് ഈ രണ്ട് പദങ്ങളും ഗച്ഛതി എന്ന ക്രിയയോട് അന്വയിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത വാചകമാണ് നമുക്ക് കിട്ടുക അങ്ങനെ അന്വയിക്കുമ്പോൾ. അതുകൊണ്ട് പീതക്ഷീരഹ ഗച്ഛതി എന്ന് പറയുമ്പോൾ പീതക്ഷീരഹ എന്ന വാക്കിൻ്റെ അർത്ഥമായ ബാലകഹ എന്ന അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാലഹ ഗച്ഛതി എന്നാണ്. അപ്പോൾ പീതക്ഷീരഹ എന്ന് പറഞ്ഞാൽ ബാലൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു അന്യപദാർത്ഥ പ്രധാനമായി പീതഹ ക്ഷീരഹ എന്നുള്ള രണ്ട് വാക്കിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു പദത്തിൻ്റെ അർത്ഥത്തെയാണ് ഇവിടെ ദ്യോതിപ്പിക്കുന്നത്. അങ്ങനെ അന്യപദാർത്ഥങ്ങളെ ദ്യോതിപ്പിക്കുന്ന സമാസത്തെയാണ് ബഹുവ്രീഹി സമാസം എന്ന് പറയാം. പീതാംബരഹ സാധാരണ നമ്മൾ പഠിക്കാറുള്ളത് പീതാംബരഹ എന്നുള്ള വാക്കാണ്. പീതഹ അംബരഹ യസ്യ സഹ പീതാംബരഹ. അപ്പോൾ ആരാണ് പീതാംബരൻ? പീതാംബരൻ എന്ന് പറയുമ്പോൾ ഭഗവാനിലേക്കാണ് ആ അർത്ഥം ചേരുന്നത്. മഞ്ഞ വസ്ത്രം ധരിച്ചവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ പീത ക്ഷീരഹ എന്നുള്ള വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിളായിട്ട്. കിന്തു സമാസഘടകസ്യ ബാലപദസ്യ അർത്ഥഃ അന്യുതോ ഭവതി. ഇവിടെ ഗച്ഛതി യഥാ പീതക്ഷീരഹ ഗച്ഛതി ഇത്യത്ര പീതപദസ്യ ക്ഷീരപദസ്യ വാർത്തഃ ഗമനക്രിയായ അന്യുതോ ന ഭവതി. ഇത് ഗമനക്രിയയുമായിട്ട് അന്വയിച്ച് പോകുന്നില്ല, മറിച്ച് സമാസഘടകസ്യ ബാലപദസ്യ അർത്ഥഃ അന്യുതോ ഭവതി. ഇവിടെ ബാലൻ എന്ന പദമാണ് അന്വയിക്കപ്പെടുന്നത്. ബാലൻ പോകുന്നു എന്ന അർത്ഥമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വാക്ക് ബാലൻ എന്ന അർത്ഥത്തിലേക്കാണ് ചെന്നു ചേരുന്നത്. അതുകൊണ്ട് ഇവിടെ ബഹുവ്രീഹി സമാസം. ഇപ്പം ബഹുവ്രീഹിയുടെ പ്രത്യേകത മനസ്സിലായല്ലോ. അടുത്തത് നമുക്ക് ദ്വന്ദ്വ സമാസം എന്താണെന്ന് പഠിക്കാം. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം. ദ്വന്ദ്വയുദ്ധം എന്ന് കേട്ടിട്ടില്ലേ? രണ്ടുപേര് തമ്മിലുള്ള യുദ്ധത്തെയാണ് ദ്വന്ദ്വയുദ്ധം എന്ന് പറയാം. ഇവിടെ ദ്വന്ദ്വ സമാസ എന്ന് പറഞ്ഞാൽ ഉഭയോഹോ പദാർത്ഥയോഹോ യദി ക്രിയയാ അന്വയോ ഭവതി തർഹി ദ്വന്ദ്വ ഇത്യർത്ഥഃ. രണ്ട് പദങ്ങളാണ് അതിലുണ്ടാവുക. രണ്ട് പൂർവ്വപദവും ഉത്തരപദവും ഒരേപോലെ ക്രിയയോട് അന്വയിക്കാൻ സാധിക്കുന്നു എങ്കിൽ അതിനെ ദ്വന്ദ്വ സമാസം എന്ന് പറയും. ഉദാഹരണം കേൾക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. ഉഭയപദാർത്ഥ പ്രധാനഃ ഇത്യസ്യ സർവപദാർത്ഥ പ്രധാനഃ ഇത്യത്ര താല്പര്യം. രണ്ട് പദങ്ങളും എന്ന് പറയുമ്പോൾ രണ്ടിലധികം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും സമസിക്കാൻ പറ്റും. അതിന് ദ്വന്ദ്വ സമാസം എന്ന് തന്നെയാണ് പറയുക. തേന ബഹുദ്വന്ദ്വേപി ലക്ഷണ സമന്വയോ ഭവതി. ബഹുദ്വന്ദ്വ ഒരുപാട് ഇതുപോലെയുള്ള പദങ്ങൾ ഉണ്ടെങ്കിലും അവയെ നമ്മൾക്ക് ദ്വന്ദ്വ സമാസം എന്ന് തന്നെ പറയാം. ഉദാഹരണം യഥാ രാമകൃഷ്ണൗ. രാമകൃഷ്ണൗ പ്രവിശതഃ. ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത് രാമകൃഷ്ണൗ പ്രവിശതഃ. രാമനും കൃഷ്ണനും പ്രവേശിക്കുന്നു. രാമഃ പ്രവിശതി, കൃഷ്ണഃ പ്രവിശതി. രണ്ടുപേർക്കും ഈ ക്രിയാരൂപം അന്വയിക്കാൻ പറ്റും. രണ്ടുപേരിലേക്കും ഈ അർത്ഥത്തെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് അവിടെ ദ്വന്ദ്വ സമാസം എന്നാണ് പറയുന്നത്. പ്രവിശതഃ എന്നുള്ള ക്രിയാപദം രാമനും ലക്ഷ്മണനും ഒരുപോലെ അർത്ഥയുക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് ദ്വന്ദ്വ സമാസം എന്ന് മനസ്സിലാക്കുക. ഇവിടെ രാമകൃഷ്ണൗ പ്രവിശതഃ ഇത്യത്ര പ്രവേശനക്രിയായാം ഉഭയോരപി പദാർത്ഥയോഹോ അന്വയഃ ഭവതി. രണ്ട് പദങ്ങൾക്കും ഒരുപോലെ അന്വയം സംഭവിക്കുന്നത് കൊണ്ട് അവിടെ എന്ത് സമാസമാണ്? ദ്വന്ദ്വ സമാസം എന്ന് മനസ്സിലാക്കിക്കൊള്ളുക എന്നാണ് പറയുന്നത്.
ഓക്കെ, അടുത്തത് അവ്യയീഭാവ സമാസമാണ്. അവ്യയീഭാവ സമാസം എന്ന് പറഞ്ഞാൽ പൂർവപദസ്യ അർത്ഥസ്യ പ്രാധാന്യ അവ്യയീഭാവ ഇത്യർത്ഥ. പൂർവപദത്തിന് പ്രാധാന്യം വരുമ്പോൾ അവിടെ അവ്യയീഭാവ സമാസം. പൂർവപദം എന്ന് പറയുമ്പോൾ വരുന്ന പദം. ഉദാഹരണം ഉപവൃക്ഷം. ഉപവൃക്ഷം എന്ന് പറഞ്ഞാൽ വൃക്ഷത്തെ സമീപം എന്നാണ് വിഗ്രഹം വരുന്നത്. ഈ സമീപം എന്നുള്ളത് ഉപ എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ പദം ഏതാണ്? ഉപയാണ്. ഉപവൃക്ഷം അല്ലെ. അപ്പോൾ വൃക്ഷത്തെ സമീപം എന്നാണ് വരുന്നത്. അപ്പോൾ ആ സമീപ പദത്തിന് ആധാരമായിട്ടുള്ള ഉപ മുന്നിൽ വന്നതുകൊണ്ട് അവിടെ അവ്യയീഭാവ സമാസം. പൂർവപദാർത്ഥ പ്രധാനമാണ് അവ്യയീഭാവ സമാസം. മാത്രമല്ല ഉപ, അനു എന്ന് പറയുന്നതൊക്കെ ഉപസർഗങ്ങളാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലും നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവ്യയീഭാവ സമാസം അങ്ങനെയാണ് വരുന്നത്. പൂർവപദാർത്ഥ പ്രധാന അവ്യയീഭാവ സമാസം. അപ്പോൾ ഇവിടെ അന്യപദാർത്ഥ പ്രധാന ബഹുവ്രീഹി ദ്വയോരപി പദയോः ക്രിയായാः സാകം അന്വയോ ഭവതി തർഹി തത്ര ദ്വന്ദ്വസമാസ. രണ്ട് പദങ്ങൾക്കും ക്രിയയുമായിട്ട് അന്വയം സാധിക്കുന്നുവെങ്കിൽ അവിടെ ദ്വന്ദ്വസമാസം. പൂർവപദാർത്ഥ പ്രധാന അവ്യയീഭാവ സമാസ. ആദ്യത്തെ പദത്തിന് പ്രാധാന്യം കൽപ്പിക്കപ്പെടുമ്പോൾ അവിടെ അവ്യയീഭാവ സമാസം എന്നും പറയുന്നു. അപ്പം ഇത്രയാണ് ഈ 4 സമാസങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, സമാസ അർത്ഥങ്ങൾ എന്താണ് പൂർവപദം, എന്താണ് ഉത്തരപദം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. ഈ വീഡിയോയിൽ നമ്മളിന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കിയത് ബഹുവ്രീഹി സമാസമാണ്. അന്യപദാർത്ഥ പ്രധാന ബഹുവ്രീഹി സമാസ. വിഗ്രഹിച്ച 2 പദങ്ങൾക്കും സാമാന്യമായ ഒരു അർത്ഥത്തെ ക്രിയയോട് യോജിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ പദങ്ങളുടെ സാമാന്യമായ മറ്റൊരർത്ഥത്തിലേക്ക് ചെന്ന് ചേരുകയും അതിൽ നിന്ന് അത് ബഹുവ്രീഹി സമാസം അഥവാ അന്യപദാർത്ഥ പ്രധാന ബഹുവ്രീഹി എന്നുള്ള മനസ്സിലാക്കലിലേക്ക് എത്തിക്കൊണ്ട് ബഹുവ്രീഹി സമാസം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. രണ്ടാമത് ദ്വന്ദ്വ സമാസമാണ് മനസ്സിലാക്കിയത്. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. 2 പദങ്ങൾക്കും ഒരേപോലെ ക്രിയയോട് അന്വയീഭാവം അന്വയിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, കൃത്യമായ അർത്ഥം നമുക്ക് തരാൻ സാധിക്കുന്നുവെങ്കിൽ അത് ദ്വന്ദ്വ സമാസമാണ്. ഉദാഹരണം രാമകൃഷ്ണവും പ്രവിശതഃ. രാമനും കൃഷ്ണനും പ്രവേശിക്കുന്നു. പ്രവേശതഃ എന്ന് പറയുന്ന ധാതു 2ലേക്കും അന്വയിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ദ്വന്ദ്വ സമാസം. മൂന്നാമത്തെ നമ്മൾ പഠിച്ചത് അവ്യയീഭാവ സമാസമാണ്. പൂർവപദാർത്ഥ പ്രധാനമാണ് അവ്യയീഭാവ സമാസം. ഉപവൃക്ഷം എന്നുള്ള വാക്കാണ് ഉദാഹരണമായിട്ട് എടുത്തത്. വൃക്ഷത്തെ സമീപം എന്നാണ് വിഗ്രഹം വരുന്നത്. അപ്പോൾ സമീപം എന്ന അർത്ഥം വരുന്ന ഉപ എന്ന വാക്ക് പൂർവപദമായതുകൊണ്ട് അവിടെ പൂർവപദാർത്ഥ പ്രധാനമാണ്. അപ്പോൾ അവിടെ അവ്യയീഭാവ സമാസമാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടി നന്നായി മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻസ് ആണ്, എക്സാമ്പിൾസ് സഹിതമാണ്. അപ്പോൾ ഇതിലത്തെ ഓരോരോ എക്സാമ്പിൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ പഠിച്ചതിലത്തെ ഓരോ എക്സാമ്പിൾ മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്കിനി ഇന്നത്തെ ക്ലാസ് ഇത്രത്തോടു കൂടി നിർത്തുകയാണ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നല്ലോണം പഠിക്കുക. വേഗം തന്നെ പരീക്ഷയൊക്കെ പാസ്സായി എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.